ശരിക്കും അന്ന് അത്രയും ഒരു ഹൈപ്പിലേക്ക് എത്തിയ ഒരാള് ഇന്ന് അത്ര ഒരു ഹൈപ്പ് ഇന്ന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്താണത് കീപ്പ് ചെയ്യാൻ പറ്റാഞ്ഞത്? ഒരുപാട് പേര് അങ്ങോട്ട് പോയി ഒരുപാട് കഥാപാത്രങ്ങളെ തേടി പോവാത്തത് കൊണ്ടാണോ? പിന്നീട് ആരും എന്താ പറയാ എന്റെ കഴിവിനെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയത്? എന്റെ കൂടെ എത്ര മനസ്സിലാവുന്ന എനിക്കറിയില്ല. 2009 ഞാൻ സിനിമയിൽ വരുന്നത്. അതിനൊക്കെ മുൻപ് നമ്മൾ ഈ സിനിമയിലെ സംവിധായകരെ കാണാൻ പോകുന്നത് ഇന്നത്തെ പോലെ വാട്സപ്പോ റീൽസോ ഫോട്ടോസോ ഇല്ല. നമുക്കൊരു ഡയറക്ടറിന് ഒരു ഫോട്ടോ കാണിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ആയിരിക്കില്ല ഈ ഫോട്ടോഗ്രാഫർ എടുത്തു തരിക. അയാളൊരു ഫോട്ടോ നമുക്ക് എടുത്തു തരിക. നമ്മുടെ ആവശ്യം നമ്മുടെ ആക്ടിങ് എബിലിറ്റി ഒറ്റ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ഫോട്ടോയാണ് നമ്മുടെ ആവശ്യം. അത് എൻ്റെ ആവശ്യമല്ല, അയാളുടെ ആവശ്യം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്താണ് ഒരു ആക്ടർ ഒരു ഫോട്ടോ എടുക്കുന്നത്. അങ്ങനത്തെ 10 ഫോട്ടോ എടുത്തിട്ട് അതും കൊണ്ട് ഡയറക്ടറിനെ കാണാൻ പോകുമ്പോൾ അയാളുടെ വീട്ടിൽ ചെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ അവർ പറയും അടുത്ത ബുധനാഴ്ച വരാൻ പറയും. അയാളുടെ അമ്മ പറയും ഇവിടെ ഇല്ല എന്ന് പറയും. നമ്മൾ ബുധനാഴ്ച വരുമ്പോൾ അവർ പറയും തിങ്കളാഴ്ച വന്ന് ചൊവ്വാഴ്ചയായിട്ട് പുള്ളി പോയി എന്ന് പറയും. ഇങ്ങനെ എൻ്റെ 6, 8, 10 മാസമൊക്കെ പോയ സമയങ്ങളുണ്ട്. അങ്ങനെ ഒരു കാലത്തെ ചാൻസ് വെച്ച ആളാണ് ഞാൻ. അവിടെ നിന്ന് ചിലപ്പോൾ CD-യിലും ഫ്ലോപ്പി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മുടെ ഫോട്ടോസ് നമ്മൾ റൈറ്റ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം എടുത്ത് കൊടുക്കും. അവിടെ ചെല്ലുമ്പം അവരിട്ട് നോക്കുമ്പോൾ ഈ ഫ്ലോപ്പി വർക്ക് ചെയ്യാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഡിജിറ്റൽ കണ്ടൻസിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ചാൻസ് വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ഒരാൾ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിരുമ്പം ആ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കുറയുന്നതിൻ്റെ റീസൺ, അല്ലെങ്കിൽ എനിക്കത് കുറയാത്തതിൻ്റെ റീസൺ സാധാരണ ഒരാളെ കേട്ടിൽ ഈ ഫോട്ടോയുടെ വാല്യൂ എനിക്കറിയാം. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ചാൻസ് ചോദിച്ച് നടന്ന കാലത്ത് എനിക്ക് സിനിമയിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ, ഞാനതൊരു അഹങ്കാരമാണെന്ന് വിചാരിക്കരുത്, കൈലാഷാണെന്ന് ഞാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് എന്നെ അറിയാം. ആ സാഹചര്യത്തിൽ അന്നും ചാൻസ് ചോദിച്ച ആൾക്കാർ UAE ഞാൻ ചെല്ലുമ്പം വേറെ സ്ഥലങ്ങളിൽ വിഷമത്തോട് ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം സിറ്റി ചെല്ലുമ്പോൾ അന്ന് തിരുവനന്തപുരം ലൊക്കേഷനുകളിൽ ഞങ്ങൾ അലയുമ്പോൾ ചാൻസ് ചോദിച്ച പലരെയും ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ ഞാനിന്ന് BMW വന്ന് ഇറങ്ങുന്ന ആക്ടേഴ്സിനെ മാത്രമല്ല കാണുന്നത്. എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്നും സിനിമ ആഗ്രഹിച്ച മാത്രം നടക്കുന്ന സ്ഥലം ആണ് കേരളം. ഞാൻ അന്ന് കത്തി ഇന്ന് കത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആശ്വാസമാണ്. ഞാനിവിടെ ഉണ്ടല്ലോ, ഒരു 60ഓളം സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അറ്റ്ലീസ്റ്റ് 2025 തുടങ്ങുമ്പോൾ ഫെബ്രുവരിയിൽ എനിക്കൊരു റിലീസിങ്ങിൻ്റെ ഭാഗമെങ്കിലാവാൻ പറ്റുന്നു എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ആലോചിക്കുന്ന അവിടെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയും കുറേ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അവിടെ ഞാൻ എങ്ങനെയാണ് പറയാൻ പറ്റുക അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ, ഇന്ന് എനിക്ക് ഇങ്ങനെ വേണമായിരുന്നോ?